ആറന്മുളയിൽ മികച്ച ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം വോട്ടർമാർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തുകയാണ്. ഇത്രയും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഇത് കേരളത്തിലെ ജനങ്ങൾ അർപ്പിച്ച ഒരു വിശ്വാസമാണ്. കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ വരണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു. കേരളത്തിൽ 10 കൊല്ലമായിട്ടുള്ള ഈ ജനവിരുദ്ധ സർക്കാരിനെ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ഒന്നടങ്കം എല്ലാ ഭേദമന്യേയും അവർ വന്ന് വോട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്തമാണ് ഇത്. ഞങ്ങൾ ജയിച്ചു വന്ന ഓരോ UDFന്റെ MLA മാർക്കും കിട്ടുന്നത് കൂടുതൽ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾ എന്ത് കാരണം കൊണ്ടാണോ ഈ സർക്കാരിനെ പുറത്താക്കി ഞങ്ങളെ തിരഞ്ഞെടുത്തത്, ആ പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ ആ കർത്തവ്യം ഞങ്ങൾ നിറവേറ്റും. അതുകൊണ്ട് തന്നെ ഈ ഭൂരിപക്ഷം അത് വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നത് സന്തോഷത്തെക്കാളും. ഇപ്പോൾ കുമ്മനത്തിന് വോട്ട് കുറഞ്ഞു, അതിനെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അല്ല, കുമ്മനത്തിന് വോട്ട് കുറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് എത്രയാണ്? 29,000. അതിൽ നിന്ന് 6,000 വോട്ട് കൂടി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ BJP സ്ഥാനാർത്ഥിയുടെ വോട്ട് എത്രയാണ്? 36,000, 37,000ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച വോട്ട് ലഭിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ BJPയുടെ വോട്ട് അവരതങ്ങ് പിടിച്ചു. കഴിഞ്ഞ തവണ അത് പിടിക്കാതെ വന്നപ്പോഴാണ് ഇവിടെ ചില സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായത്. പക്ഷേ BJPയുടെ വോട്ട് പിടിച്ചു. കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും വോട്ടുകൾ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പിടിച്ചു. പൊതുജനങ്ങൾ, ജനറൽ ആളുകൾ, ആ ആളുകൾ കോൺഗ്രസിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലും വിശ്വാസം അർപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവർ വോട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് വിജയിക്കാൻ സാധിച്ചത്. ഇതൊന്നും ഞങ്ങളുടെ വലിയ കഴിവോ ഞങ്ങളുടെ വലിയ ഒരു അഹങ്കാരമായിട്ടൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം ഇത് ജനങ്ങൾ നൽകിയ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം 10 കൊല്ലമായിട്ട് എങ്ങനെ ജനങ്ങളെ വെറുപ്പിക്കാമെന്ന് പഠിപ്പിച്ച ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ ജനം നൽകിയ ഒരു താക്കീതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു അവസരം തന്നാണ്. ഇത് തീർച്ചയായിട്ടും ഭൂരിപക്ഷത്തെക്കാൾ ഉപരിയായിട്ട് ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടൊപ്പം തന്നെ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. ആബാൻ മേൽപ്പാലം താങ്കൾ ഒരുപാട് തവണ വിമർശിച്ചതാണ്. കോഴഞ്ചേരി പാലം, അങ്ങനെ പല പദ്ധതികളുണ്ട്. ഉദ്ഘാടനം പണി പൂർത്തിയാകും മുമ്പേ നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള 5 വർഷം എങ്ങനെയായിരിക്കും പദ്ധതികൾ? തീർച്ചയായിട്ടും അത് ഇവിടെയുള്ള ജനപ്രതിനിധികളും ജനങ്ങളും ഒക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് ഏറ്റവും നല്ല വികസനം എങ്ങനെ നടത്താൻ പറ്റുമോ അതൊക്കെ നടത്തും. മാധ്യമപ്രവർത്തകരും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഏറ്റവും സജീവമായി പത്തനംതിട്ടയിലെ വികസന പ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലും ഇടപെടുന്നവരാണ്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഏറ്റെടുത്തുകൊണ്ട് ആ അഭിപ്രായവുമായിട്ട് ഞങ്ങളത് മുന്നോട്ട് പോകും. നമുക്കത് വരും ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യാതെ. അപ്പോൾ താങ്ക് യു പ്രവീൺ. നിങ്ങളുടെയൊക്കെ വലിയ സഹായം, മാധ്യമപ്രവർത്തകരുടെ ഒരു സഹായം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. ആ സഹായത്തിനൊക്കെ നന്ദി പറയുന്നു. പ്രവീണ് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പൂർത്തിയാകാത്ത വികസന പദ്ധതികൾ അത് എല്ലാ ജനപ്രതിനിധികളുമായിട്ടൊക്കെ കൂടിയാലോചിച്ചുകൊണ്ട് അത് ഉടൻ തന്നെ പൂർത്തിയാക്കും. അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ആറന്മുളയിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.